ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ ത്രിപുരസുന്ദര്യേ നമഃ. സൗന്ദര്യലഹരി മംഗളാചരണം. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായതേ നമഃ. ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരിയം. 20ാമത്തെ ശ്ലോകം. കിരന്തീമംഗേഭ്യഃ കിരണനികുരംബാമൃതരസം ഹൃദി ത്വാമാധത്തെ ഹിമകരശിലാമൂർത്തിമിവയഃ സസർപ്പാണാം ദർപ്പം ശമയതി ശകുന്താധിപ ഇവ ജ്വരപ്ലുഷ്ടാൻ ദൃഷ്ട്യാ സുഖയതി സുധാധാരസിരയാ. പദച്ഛേദം ചെയ്യാം. കിരന്തീം അംഗേഭ്യഃ കിരണനികുരുംബാമൃതരസം ഹൃദി ത്വാം ആധത്തെ ഹിമകരശിലാമൂർത്തി ഇവ യഃ സസർപ്പാണാം ദർപ്പം ശമയതി ശകുന്താധിപ ഇവ ജ്വരപ്ലുഷ്ടാൻ ദൃഷ്ട്യാ സുഖയതി സുധാധാരസിരയാ. പദാർത്ഥം പറയാം. യഹ യാതൊരുവൻ, യാതൊരു സാധകൻ, അംഗേഭ്യഃ അവയവങ്ങളിൽ നിന്ന് കിരണനികുരുംബാമൃതരസം അതായത് കിരണസമൂഹങ്ങളിൽ നിന്നുത്ഭവിക്കുന്നതായ അമൃതരസത്തെ കിരന്തി വർഷിച്ചുകൊണ്ടിരിക്കുന്നതായ ഹിമകരശിലാമൂർത്തി ഇവ ചന്ദ്രകാന്ത ശിലാപ്രതിമ എന്ന പോലെ ഇരിക്കുന്ന ആ ഭഗവതി ത്വാം നിന്തിരുവടിയെ ഭഗവതിയെ ഹൃദയത്തിൽ ആധത്തെ ആര് ധ്യാനിക്കുന്നുവോ സഹ അവൻ ആ സാധകൻ ശകുന്താധിപ പക്ഷിരാജാവായ ഗരുഡൻ സർപ്പാണാം സർപ്പങ്ങളുടെ ദർപ്പത്തെ അതായത് അഹങ്കാരത്തെ ശമയതി അതായത് പക്ഷി രാജാവായ ഗരുഡൻ സർപ്പത്തെ നശിപ്പിക്കുമല്ലോ. നമ്മൾക്കത് അറിയാം. ഗരുഡൻ്റെയും ഇതിൻ്റെ കഥയൊക്കെ അറിയാം. പക്ഷിരാജാവായ ഗരുഡൻ സർപ്പത്തിൻ്റെ അഹങ്കാരത്തെ ശമിപ്പിക്കുന്നുവോ അതുപോലെ സുധാധാരസിരയ അമൃതാധാരബോധയായ നാഡിയോടു കൂടിയ നോട്ടം കൊണ്ട് ദൃഷ്ട്യ ജ്വരപ്ലുഷ്ടാൻ ജ്വരരോഗം കൊണ്ട് തപ്തന്മാരായവരെ സുഖയതി രോഗമുക്തന്മാരാക്കി സുഖിപ്പിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഭഗവതിയെ ഹൃദയത്തിൽ ധ്യാനിച്ചാൽ ആ ചന്ദ്രകാന്തക്കല്ല് പോലെ തിളങ്ങുന്ന ആ ഭഗവതിയുടെ മുഖവും ഭഗവതിയെ ധ്യാനിച്ചാൽ നമ്മൾക്ക് ഗരുഡൻ സർപ്പത്തിൻ്റെ അഹങ്കാരത്തെ എങ്ങനെ നശിപ്പിക്കുന്നുവോ അതുപോലെ നമ്മൾക്ക് ആദിവ്യാധികൾ ജ്വരപ്ലുഷ്ടാൻ രോഗമുക്തന്മാരാക്കി സുഖിപ്പിക്കുന്നു. ആര് ഭഗവതിയെ ധ്യാനിക്കുന്നുവോ അവർക്ക് ഈ ഗുണങ്ങൾ ഉണ്ടാവും എന്ന് ശങ്കര ഭഗവത്പാദർ നമ്മെ അറിയിക്കുകയാണ്. സാരം പറയാം. അല്ലയോ പരമേശ്വരി, അവയവങ്ങളിൽ നിന്ന് പുറപ്പെടുന്നവയും കിരണസമൂഹങ്ങളാകുന്ന അമൃതരസത്തെ വർഷിക്കുന്ന ചന്ദ്രകാന്ത ശിലാപ്രതിമ പോലെയിരിക്കുന്ന നിന്തിരുവടിയെ യാതൊരു സാധകൻ ഹൃദയത്തിൽ ധ്യാനിക്കുന്നുവോ ആ സാധകൻ പക്ഷിരാജാവായ ഗരുഡൻ സർപ്പങ്ങളുടെ ഗർവത്തെ നശിപ്പിക്കുന്നത് പോലെ അമൃതത്തിന് ആധാരഭൂതയായ നാഡിയോട് ചേർന്നതായ ദൃഷ്ടിപാദത്താൽ അതായത് അമ്മയുടെ ദൃഷ്ടി പതിഞ്ഞാൽ നോട്ടം കൊണ്ട് നമ്മളെ ഒന്ന് കടാക്ഷിച്ചാൽ എന്ന് സാരം
ജ്വരരോഗതപ്തന്മാരായ രോഗവിമുക്തരാക്കി സുഖിപ്പിക്കുന്നു. നമ്മൾക്ക് ആദിവ്യാധികളൊക്കെ ഇല്ലാതാകും അമ്മയെ ധ്യാനിച്ചാൽ എന്ന് സാരം. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും ഒന്നുകൂടി ആയുരാരോഗ്യ ഐശ്വര്യം ഭഗവതി തന്ന് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കായേന വാച മനസേന്ദ്രിയർവ്യാ ബുദ്ധ്യാത്മനാ വാം പ്രകൃതി സ്വഭാവാൻ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീ മഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.